നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കറിക്കൊക്കെ ഇത്തിരി സ്വാദ് കൂടിയോ എന്നൊരു സംശയമുണ്ട്. സംശയമല്ല, അത് സത്യ. ചേച്ചിയുടെ കൈപുണ്യം കൂടെ ഇന്ന് കലർന്നിട്ടുണ്ട്. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല, വെറുതെ സഹായിച്ചതേ ഉള്ളൂ. മതിയല്ലോ. കൈപ്പുണ്യമുള്ളവര് ചുമ്മാ നോക്കി നിന്നാ മതി, സ്വാദ് കൂടും. അല്ലേ മോളെ? ആ, ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. അതെ, വരുന്ന വഴിക്ക് ഞാൻ പുഞ്ചമണി ഇല്ലത്ത് കയറി ശശിധരൻ തിരുമേനി ഒന്ന് കണ്ടായിരുന്നു. തിരുമേനിയുടേതാണല്ലോ അമ്പലം. പൂർണിമയുടെ ജോലി ഞാൻ അവിടെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. ഈ തിങ്കളാഴ്ച മുതൽ കയറിക്കോളാം ഞാൻ പറഞ്ഞത്. ദുർഗയുടെ അമ്മ പോയതിൽ പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ആരെയും തിരുമേനി കഴകത്തിന് വെച്ചിട്ടില്ല. എന്താ ചേച്ചി, സന്തോഷായില്ലേ? ആ, കഴിക്ക്, വേഗം കഴിച്ചോ. എന്താ കുഞ്ഞെ ഈ നേരത്ത്? എനിക്കൊന്ന് കുമ്പസരിക്കണം അച്ചോ. നമസ്കാരം. ആരാ മനസ്സിലായില്ലല്ലോ? അയ്യോ, അച്ഛനെ ഞങ്ങൾ പിടികിട്ടിയില്ലയോ? ഇല്ല. ഞങ്ങളങ്ങ് ഹൈറേഞ്ചിൽ നിന്ന് വരുവാ. സബാന്റെ ഉപ്പാപ്പനും ഫ്രണ്ടും. ഓ, മിസ്റ്റർ ലൂയിസ്. ഞാൻ നമ്പിടി, മഹാദേവൻ നമ്പിടി. നമ്മൾ സെബാ മരിച്ച ദിവസം പരിചയപ്പെട്ടായിരുന്നു. ഓർമ്മയുണ്ട്. നിങ്ങളെന്തായി ഈ നേരത്ത്? ഞങ്ങളൊരു അർജന്റ് ആവശ്യത്തിന് വേണ്ടി ഇവിടെ ടൗൺ വരെ വന്നതാ. അപ്പൊ പിന്നെ അച്ഛനെ കണ്ടേച്ച് പോവാന്ന് വിചാരിച്ചു. അല്ലാതെ വേറെ യാതൊരു ഉദ്ദേശമില്ല കേട്ടോ. ഇല്ല. അല്ല, അച്ഛൻ എന്നതാ ഈ നേരത്ത് തിരുവസ്ത്രമൊക്കെ ഇട്ടോണ്ട്? എന്നതാച്ചോ, ഏതെങ്കിലും മഹാഭാവികൾ കുമ്പസരിക്കാൻ പറ്റോ ഈ നേരത്ത് വന്നു? എന്നാ നിങ്ങൾക്ക് കുമ്പസരിക്കണം? അയ്യോ വേണ്ടായേ, അതിന് മാത്രമുള്ള പാപമൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലേ. യോ, പാപം ചെയ്തിട്ടില്ലാതെ മാത്രമല്ല
ഈ ലൂയിസ് അച്ചാൻ ആളൊരു ചെറുകിട വിശുദ്ധനും കൂടിയാ. ചാരിറ്റി അത് അച്ചാന് ഭയങ്കര വീക്ക്നെസ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടച്ഛൻ. ഇപ്പോ ഓർക്കപ്പുറത്ത് ഞാൻ ഈ ചർച്ചിൽ വരും. ഇവിടത്തെ തിരുരൂപം കണ്ട് ഇഷ്ടപ്പെടും. ഒരു സ്വർണ്ണ കിരീടം പണിയിച്ചു തരാമെന്ന് നേരുന്നു. അപ്പൊ ഞാനത് തരണ്ടായോ? ഞാനങ്ങ് തരും. ഭക്തിയും അച്ഛനൊരു വലിയ വീക്ക്നെസ്. അപ്പം കിരീടം പണിഞ്ഞു തരാനായിരിക്കും ഈ നേരം കെട്ട നേരത്ത് ലൂയിസ് ഇങ്ങോട്ട് വന്നത്. അല്ലച്ചു, ഞങ്ങളിപ്പോ വന്നത് വേറൊരു കാര്യം അറിയാനാ. ചോദിച്ചോ. ഞങ്ങളുടെ സെബാന് ഒരു പ്രേമം ഉണ്ടായിരുന്നു. അച്ഛാ, ഈ പ്രേമം, ലവ്, കാതൽ. പ്രേമത്തിന്റെ ഇംഗ്ലീഷ് ഒന്നും അല്ല ഞാൻ ചോദിച്ചത്. എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നെന്നാ? അല്ലച്ചു, അതിലിപ്പോ ധൈര്യത്തിന്റെ കാര്യമില്ലല്ലോ. അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചറിയണ്ടായോ? അല്ലേ, സെബാന് പൂജ എന്നൊരു കാമുകി ഉണ്ടായിരുന്നു. അച്ചോ, നിങ്ങൾ എന്തൊരു അസംബന്ധമായി പറയുന്നത്? എന്റെ കോളേജിൽ ഒരു കുട്ടിയും വഴിവിട്ട് ചിന്തിച്ചിട്ടില്ല. അവിടെ എല്ലാവരും സഹോദരങ്ങളെ പോലെ ആയിരുന്നു. അയ്യോ, എല്ലാവരുടെയും കാര്യം അല്ലച്ചോ, ഞങ്ങളുടെ സെബാന്റെ കാര്യമാ ചോദിച്ചത്. അതെ അച്ചു, അവന്റെ കാര്യം കൂടിയാ പറഞ്ഞത്. ദൈവകൃപയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു മാനേജ്മെന്റ് സ്ഥാപനമാണ് ഞങ്ങളുടേത്. അവിടെ ഇത്തരം തോന്നിയാസങ്ങളൊന്നും ഞങ്ങൾ അനുവദിക്കുകയല്ല. അതിനിപ്പോ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ രണ്ട് മനസ്സുകൾ തമ്മിൽ അടുക്കുന്നത്. അല്ലച്ചോ, ഈ പൂജ ഇപ്പൊ ശരിക്കും എവിടെ ഉണ്ട്? ഏതായാലും ഇവിടില്ല. പിന്നെ എവിടെ കാണും? അതവിടെ വീട്ടിൽ പോയി അന്വേഷിക്കണം. അതിനെന്തിനാ അച്ഛൻ ഇങ്ങനെ ശോഭിക്കുന്നേ? ഞാൻ ശോഭിച്ചില്ലല്ലോ, കാര്യം പറഞ്ഞല്ലേ ലൂയിസേ. എന്നാ പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോ. ഈ സെബാന്റെയും പൂജന്റെയും വിശുദ്ധ പ്രണയത്തിനിടയിൽ ഏതോ രാധിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അവനെ പറ്റി എന്നതാ അച്ഛന്റെ അഭിപ്രായം? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആദിത്യന്റെ കാര്യമാണോ? ആണെങ്കില് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച. അവനെ അങ്ങനെ ഒരു കൊച്ചനല്ല. എങ്ങനൊരു കൊച്ചനല്ല? ആദിത്യൻ ദൈവഭയവും അച്ചടക്കവും ഉള്ള കുട്ടിയാണെന്ന്. ഓ അങ്ങനെ. അതേ നമ്മുടെ അച്ഛൻ പറയുന്നത് നേരെ. പലപ്പോഴും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും അല്ലല്ലോ യാഥാർത്ഥ്യം. സത്യപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരിക തന്നെ ചെയ്യും അച്ചോ. കോട്ടെ അച്ചോ. ഈശോമിശിഹായ്ക്ക് പേടിക്കണ്ട. കുംഭസാര രഹസ്യം വെളിപ്പെടുത്താൻ പുരോഹിതന് അനുവാദമില്ല. അന്യമതസ്ഥനെ കുംഭസാരിക്കാൻ സഭാനിയമം അനുവദിക്കുന്നുമില്ല. എന്നിട്ടും ഞാൻ നിന്റെ കുംഭസാരം കേട്ടത് മതമല്ല മനുഷ്യനാണ് വലുതെന്ന് എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാ. എല്ലാം ഒന്ന് ആറിത്തണുക്കും വരെ നിനക്ക് ഇവിടെ രഹസ്യമായി താമസിക്കാം. അച്ചോ ബാഗ് വാങ്ങിച്ചു. ഇവിടെ ആവുമ്പോ ആരും സംശയിക്കില്ല. അച്ചോ, പൂജ അത് നീ എനിക്ക് വിട്ടേക്ക്. അവളെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അച്ചോ, കരയാതെടാ മോനെ. കർത്താവ് തമ്പുരാൻ അവൾക്കൊരാപത്തും വരുത്തില്ല.